എന്തിടാ പെട്രോൾ തീർന്നു തോന്നണേ. അപ്പൊ അടിച്ചപ്പോ ഇതിനകത്ത് കുറച്ച് കൂടുതൽ അടിക്കാൻ പാടില്ല. നിനക്ക് നിന്റെ ആവശ്യത്തിനാ പോണേ. വണ്ടി എന്റെ ആണെങ്കിലും ഇടയ്ക്ക് ഇത്തിരി എണ്ണ അടിച്ചത് ഇത് കുഴപ്പമൊന്നുമില്ല. ഈയിടെയായിട്ട് ആത്മാർത്ഥമുള്ള വാക്കുകൾ നിന്നീന്ന് കൈമോശം വന്ന് പോയണ്ടേ. നിനക്കൊന്നും ഒരു മാറ്റം ഇല്ലല്ലോടേ. ഇനിയിപ്പൊ പമ്പ് വരെ ഉന്തണം. ഞാൻ ഉന്തോന്നൂല കേട്ടോ. എന്റെ ഒരു പരിചയക്കാരന്റെ വീടിന്റെ ഇവിടെ. പുള്ളി അവിടെ പുള്ളി ഒരു വണ്ടി കിട്ടുമോ നോക്കിട്ട് വരാം. വേഗം പോയിച്ചോ ചെല്. നീ വണ്ടി നോക്കി വെച്ചേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അവൻ എന്നെ ഉന്തിക്കാൻ നടക്കാം. കണ്ണു കാണാൻ പാടില്ലേ? സോറി ഞാൻ കണ്ടില്ല. പിന്നെ മോത്തിട്ട് ഉരുക്കി കളിക്കണ ഈ രണ്ട് സാധനം കൊണ്ടുനടക്കാതിനാ? പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല. സോറി. ശ്രദ്ധിച്ചില്ല? നീ ഏതാ? നിന്നെ ഇവിടെ കണ്ടല്ലോ. ഞാൻ മറിയാ. ഇനി ഇവിടെ കിടന്ന് പറഞ്ഞിട്ടാ കാര്യം? എന്റെ പേരാ പറഞ്ഞ മറിയാന്ന്. മറിയായാലും കുറിയാണെങ്കിലും മര്യാദ ഇത്തിരി കുറവാ. ഇയാളെന്നെ വലിയ മര്യാദ ഒന്നും പഠിപ്പിക്കാൻ വേണ്ട. ഇയാളോ? പിന്നെ ഇയാളെന്നെ കെട്ടിയണ്ട ദേ അങ്ങുന്ന പിള്ളേരുടെ അച്ഛന്നൊക്കെ വിളിക്കാനായിട്ട്. കെട്ടിയാലും മതി. എനിക്കെന്താ കുഴപ്പം? അഹങ്കാരി. കെട്ടാൻ മുട്ടി കിടക്കാ. നീ ബൈക്ക് എടുത്തോണ്ട് വരാൻ പറഞ്ഞു പോയിട്ട് ആ പുള്ളിമിറ്റ് അവിടെ ഉണ്ടായില്ല. പിന്നെ മോന്റെ സൈക്കിൾ എടുത്തിട്ട് ഇങ്ങോട്ട് പോന്നു. എന്നെ കൊണ്ട് ചവിട്ടിക്കാൻ. എന്നാ ചവിട്ട്. ഞാനിത് ചവിട്ടൂല. എന്താ കുഴപ്പം? ഈ തണ്ടുള്ളത് ഞാൻ ചവിട്ടൂല. ഈ തണ്ടുള്ളത് ആണുങ്ങളുടെ സൈക്കിളാ. ആണുങ്ങളുടെ സൈക്കിളൊക്കെ തന്നെയാ. ഇന്നാള് കയറ്റം കയറാണ്ട് ഞാൻ എനിന്ന് ചവിട്ടിയതാ. ഈ ചെയിൻ തെറ്റിയിട്ടുണ്ടല്ലോ. ഈ തണ്ടുമ്പോ പോയി ഒരടിയായിരുന്നു. ആ വിഷമം പറഞ്ഞ് നിനക്ക് മനസ്സിലാവോ? ഓരോരോ ഉടായ്പകള്. ഉടായ്പൊന്നല്ല ഉള്ളതാ. നടക്ക്. ഇനിയിപ്പോ പെട്രോൾ വാങ്ങാൻ ഒരു കുപ്പി വേണല്ലോ. കുപ്പിയുണ്ട്. നിനക്ക് ആവശ്യമില്ലാണ്ട് കളഞ്ഞ സാധനല്ലേ? ഇപ്പൊ എനിക്ക് ആവശ്യമുണ്ട്. എടാ കുപ്പീന്ന് വിടറാ. എടാ വല്ല ആൾക്കാർക്ക് കുപ്പീന്ന് വിടറാ. കൊണ്ടുപോയി പുഴുകി തിന്നോളാം. അപ്പൊ അങ്ങനെ പോന്നല്ലേ? ഇനി പറയാൻ കിടക്കാ. പറയാ ചേച്ചി. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പാല് കൊടുക്കാനില്ലേ? ചെല്ല്, ബാക്കി പിന്നെ പറയാം.